സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം എന്താണെന്നറിയോ? കേരളത്തിലെ ഒരു വനക്ഷേത്രം. ആ വനക്ഷേത്രം എന്ന് പറയുന്നത് ഒന്ന് ശബരിമലയാണ്, ഒന്ന് കൊട്ടിയൂരാണെന്നറിയാം. ഈ കൊട്ടിയൂരിലേക്ക് നിരവധി ഭക്തന്മാർ എത്തിച്ചേരാറുണ്ട്. കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത ഒരു ആചാരമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. അവിടെ നിങ്ങൾ പോകുമ്പോൾ കാണുന്ന പലതിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ തുപ്പുന്നുണ്ടെങ്കിൽ പോലും വളരെയേറെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇത് പറയാൻ കാരണം വെച്ചാൽ അത് നിബിഡമായൊരു വനമാണ്. ആ വനം എന്ന് പറയുന്നത് ബാവലിപ്പുഴയുടെ അക്കരെയാണ്. ആ അക്കരെയുള്ള ഓരോ സ്ഥലത്തും ഒരുപടി ദേവതാ സങ്കല്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനേറെ നമ്മുടെ ശങ്കരാചാര്യര് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നു എന്നും എന്നിട്ട് അക്കരെ കൊട്ടിയൂരിലേക്ക് പോകാതെ ഇക്കരെ കൊട്ടിയൂരിൽ നിന്നുകൊണ്ട് ആ ഭഗവത് ചൈതന്യത്തിനെ പ്രീതിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അക്കരെ കൊട്ടിയൂരിൽ പോകുന്ന വഴിക്കുള്ള ഓരോ ശിലയും എന്ന് വെച്ചാൽ കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ തന്നെ ഈ 33 ദേവകൾ ആ യജ്ഞഭൂമിയിലേക്ക് വന്നു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഓരോ ദേവതകളും അവിടെ സ്വയംഭൂവായിട്ട് ശിലയായി തീർന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പുണ്യഭൂമിയിൽ ഭഗവാന്റെ ചൈതന്യം, സാക്ഷാൽ മഹേശ്വരൻ അവിടെ കുടികൊള്ളുന്നുണ്ട്. സതീദേവി ആത്മത്യാഗം ചെയ്ത മണ്ണാണ്. അതുപോലെ തന്നെ പാർവതി ദേവി അവിടെ കുടികൊള്ളുന്നുണ്ട്. അതിലങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെയുള്ള ഓരോ ശിലയും എന്താണ്? യഥാർത്ഥത്തിൽ ഓരോ ദേവതാ സങ്കല്പങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ എൻ്റെ പാദസ്പർശം പോലും അതിനൊരു ദോഷമുണ്ടാകരുത് എന്നുള്ള ചിന്തയാണ് അങ്ങോട്ട് ശങ്കരാചാര്യർ പോലും കടന്നു പോകാൻ മടിച്ചത് എന്നർത്ഥം. എന്നാൽ ഇന്ന് അവിടെ ഈ പറയുന്ന വൈശാഖ ഉത്സവം നടക്കുന്ന ആ അവസരത്തിൽ എന്ന് വെച്ചാൽ ദക്ഷയാഗം നടന്നതിൻ്റെ ആ ഒരു അന്തരീക്ഷം ഉളവാകുന്ന ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അവിടുത്തെ തിരുവഞ്ചിറ എന്ന് പറയുന്ന ഒരു സങ്കേതം. എന്താണ് തിരുവഞ്ചിറ? നമ്മൾ ബാവലിപ്പുഴയിൽ ഇറങ്ങി കുളിച്ച് ശുദ്ധി വരുത്തി ആ ഈറൻ വസ്ത്രത്തോടു കൂടിയാണ് അക്കരയ്ക്ക് പോകുന്നത്. ആ അക്കരയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രസന്നിധി എന്ന് പറയാൻ പറ്റില്ല, ആ യാഗഭൂമി, യാഗം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ സ്ഥലത്തിന് ചുറ്റുമായിട്ട് നടുക്ക് ഒരു തുരുത്തും അതിന് ചുറ്റുമായിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കാണാം. ആ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ സ്ഥലമാണ് തിരുവഞ്ചിറ എന്ന് പറയുന്നത്. ആ തിരുവഞ്ചിറയിൽ ഇറങ്ങി നമ്മുടെ കാൽപാദം പൂർണ്ണമായി നനയും. ചിലപ്പോൾ മുട്ടോളം വെള്ളമുണ്ടാകും. ഈ സമയത്ത് ആ വെള്ളത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ഭഗവാന്റെ സ്വയംഭൂവായിട്ടുള്ള ആ ശിവലിംഗത്തെ അടക്കം പ്രദക്ഷിണം വെക്കുന്നത് ഈ തിരുവഞ്ചിറയിലൂടെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിന് താഴത്തോളം വെള്ളമുണ്ടാകും. ആ വെള്ളത്തിലൂടെ നടന്നുകൊണ്ട് എന്താണ് തിരുവഞ്ചിറ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ദക്ഷയാഗം നടന്ന സമയത്ത് ദക്ഷന്റെ അഹങ്കാരം നിമിത്തമാണ് സതിക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നത്. ആ അവസരത്തിൽ കോപാകുലനായ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം വീരഭദ്രനും മഹാകാളിയും അങ്ങോട്ടേക്ക് വരികയും അവിടെയൊക്കെ ആ യാഗശാല മൊത്തമായി അടിച്ചു തകർക്കുകയും ആ ദക്ഷന്റെ ശിങ്കടികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും തല വെട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്തിനേറെ അവിടെ വന്നിട്ടുള്ള ഋഷിവരന്മാരുടെയൊക്കെ താടിയും മുടിയൊക്കെ പിടിച്ച് വലിച്ച് എടുത്തെറിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ദക്ഷന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായിട്ടുള്ള നിരവധി സൈന്യങ്ങളുടെയൊക്കെ രക്തം കൊണ്ട് നിറഞ്ഞ ആ ഒരു സ്ഥലമാണ് ഈ യാഗഭൂമിയുടെ ചുറ്റുമായിട്ട്. ആ യാഗത്തിന്റെ ആ ഹോമകുണ്ടത്തിന് ചുറ്റും ഈ രക്തം തളം കെട്ടിക്കിടന്നു എന്നാണ് പറയുന്നത്. രുധിരം തളം കെട്ടിക്കിടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ രുധിരം തളം കെട്ടിക്കിടന്ന രുധിരച്ചിറയാണ് പിന്നീട് കാലാന്തരത്തിൽ
തിരുവഞ്ചിറ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ അവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചുറ്റോട് ചുറ്റും കരിങ്കല്ലൊക്കെ കെട്ടിയിട്ടുള്ള ഒരു സ്ഥലം കാണും, ഒരു വട്ടത്തിലുള്ള. അതാണ് അമ്മാറക്കല്ല് എന്ന് പറയുന്നത്. ഈ അമ്മാറക്കല്ലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലൂടെ തിരുവഞ്ചിറയിലൂടെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് അടങ്ങുന്ന ഒരു ഓലക്കുട കൊണ്ട് മറച്ച് അവിടെ ഒരു കരിങ്കല്ലിൻ്റെ ഇത്, അത് സാക്ഷാൽ ഭഗവതിയുടെ തന്നെ ഒരു സാന്നിധ്യമാണ്. അവിടെ തന്നെ ഒരു നിലവിളക്കും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന ആ തറ കെട്ടിയിട്ടുള്ള അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പറയുന്ന അമ്മാറക്കല്ല് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അമ്മാറക്കല്ല് എന്നല്ലേ? ഈ ദക്ഷന്റെ യാഗഭൂമിയിൽ വന്നപ്പോൾ ദക്ഷന്റെ പരിഹാസ വാക്കുകൾ കേട്ട് സഹിക്കാൻ പറ്റാതെ, ഇനി എൻ്റെ പ്രാണനാഥന്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതെയാണല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, അതുകൊണ്ട് ഇനി എനിക്ക് ഈ നാണക്കേട് സഹിച്ചുകൊണ്ട്, അപമാനം സഹിച്ചുകൊണ്ട് എൻ്റെ നാഥന്റെ അരികിലേക്ക് പോകാൻ കഴിയില്ല എന്ന ചിന്തയോടുകൂടി സതീദേവി അവിടെയുണ്ടായ ആ യാഗാഗ്നിയിൽ വെന്തുരുകി എന്ന് പറഞ്ഞില്ലേ, ആ യാഗാഗ്നി നിലനിന്നിരുന്ന സ്ഥലം, അവിടെയാണല്ലോ സതീദേവി ജീവത്യാഗം ചെയ്തത്. അതാണ് ഈ അമ്മാറക്കല്ല് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ആ കല്ല് വെച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സതീദേവിയുടെ പവിത്രമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ അമ്മാറക്കല്ല്. നമുക്കറിയാം അവിടെ ഒരു കുടയൊക്കെ ഉണ്ട്, ഓലക്കുടയൊക്കെ. അപ്പോൾ ഇനി നമ്മൾ പോകുമ്പോൾ ആ അമ്മാറക്കല്ലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവിടെ തൊഴാൻ വേണ്ടിയിട്ട്, അവിടെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്യുന്നത് ഈ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ തിരുവഞ്ചിറയിൽ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു കുണ്ട് കാണാം, തീർത്ഥക്കുണ്ട്. സാക്ഷാൽ ഗംഗാദേവിയുടെ സാന്നിധ്യമാണ് അവിടെയുള്ളത്. അതിൽ നിന്നും നമുക്ക് വെള്ളമെടുത്ത് കുടിക്കാൻ നമുക്ക് പറ്റും. ആ വെള്ളം നമ്മൾ സേവിക്കണം യഥാർത്ഥത്തിൽ. അത് അവിടെ ഒരു തവി ഉണ്ടാവും, ആ തവി കൊണ്ട് നമുക്ക് തന്നെ കോരിയെടുക്കാം. അവിടെ അല്ലെങ്കിൽ ആരെങ്കിലും കോരി കൊടുക്കുന്നെങ്കിൽ അവരോട് നമുക്ക് കൈ നീട്ടി വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അത് നമുക്ക് എടുത്ത് സേവിക്കാവുന്നതാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ കുപ്പിയിലേക്ക് ശേഖരിക്കുകയൊക്കെ ചെയ്യുക. ആ തീർത്ഥക്കുണ്ടിൽ സാക്ഷാൽ ഗംഗയുടെ സാന്നിധ്യമായിട്ടാണ് അത് കണക്കാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ തീർത്ഥക്കുണ്ടിൽ നിന്നും വരുന്ന ജലവും അതോടൊപ്പം തന്നെ ഈ തിരുവഞ്ചിറയിലുള്ള ആ ജലവും എല്ലാം തന്നെ ഈ അമ്മാറക്കല്ലിനെയും അതോടൊപ്പം തന്നെ ഈ മണിത്തറ എന്ന് പറയുന്ന ഒരു തറ, അത് വെച്ചാൽ ഈ തിരുവഞ്ചിറയുടെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ ഒരു തുരുത്ത്, അവിടെയാണ് ഈ മണിത്തറ. ആ മണിത്തറയിലാണ് പടുകുഴി എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് സ്വയംഭൂവായിട്ട് ശിവലിംഗം ഉള്ളത്. അത് നമ്മൾക്ക് ഇതിന് പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾക്കത് കാണാൻ കഴിയും. അവിടെ പ്രദക്ഷിണം വെച്ച് അവിടെ തൊഴുതിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ ജലം മുഴുവൻ തന്നെ തീർത്ഥക്കുണ്ടിലെയും തിരുവഞ്ചിറയിലെയും ജലം മുഴുവൻ തന്നെ ഇതിനെ പ്രദക്ഷിണം വെച്ചിട്ട് വീണ്ടും ബാവലിപ്പുഴയിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. അക്കരെ കൊട്ടിയൂരിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ദേവതാ സങ്കല്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. കാരണം ദക്ഷയാഗം നടക്കുന്ന അവസരത്തിൽ 33 കോടി ദേവകളും ദക്ഷയാഗത്തിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ ദക്ഷയാഗത്തിന് വന്ന 33 കോടി ദേവകളുടെയും മഹനീയ സാന്നിധ്യമുള്ള ഭൂമിയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന അക്കരെ കൊട്ടിയൂർ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ വള്ളിപ്പടർപ്പായാൽ പോലും ഓരോ ശിലകൾ പോലും ഈശ്വര ചൈതന്യമുള്ളതാണ്. സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്, സാക്ഷാൽ ദേവകളാണ് എന്നുള്ള സങ്കല്പത്തിൽ വേണം അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെതായ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി അവിടുത്തെ പ്രകൃതിക്ക് പോലും ഞാൻ കാരണം ഒരു ദോഷവും ഉണ്ടാകില്ല എന്ന ചിന്തയോടുകൂടി സാക്ഷാൽ പഞ്ചാക്ഷരി മന്ത്രവും ജപിച്ച് വേണം അവിടെ വന്ന് തിരിച്ചു പോകുന്നത് വരെ. ആ ഇക്കരെ കൊട്ടിയൂരിലേക്ക് അല്ലെങ്കിൽ റോഡിൻ്റെ ഈ ബാവലിപ്പുഴ അക്കരെ കടന്നു വരുന്നവരെ നാവിൻ തുമ്പിൽ എപ്പോഴും ആ പഞ്ചാക്ഷരി മന്ത്രം ഉണ്ടാകണമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ വർഷത്തെ യാത്ര കൊട്ടിയൂരിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെയുള്ളതെല്ലാം തന്നെ ഈശ്വര സാന്നിധ്യമുള്ള ഈശ്വര സങ്കല്പങ്ങളാണ് എന്ന ചിന്തയോടുകൂടി വേണം അവിടെ വരാനും തൊഴാനും പ്രാർത്ഥിക്കുവാനും തിരിച്ചു വരാനും ഒക്കെ. ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.